Jesus, hallelujah. Hori mama mashkena la barakata la ba. Libra katala goshi katala rabasi halputa. Lima pros ki mahal bahas ki bahas shabosh ki mana. Ebrayana Holy Spirit Abbas in the name of Jesus Christ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ മധ്യയെ വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയെ വർദ്ധിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി ഇന്ന് ഞങ്ങളെ സ്പർശിക്കട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു വലിയ അനുഭവം ഇന്ന് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകട്ടെ. ഹൗറബ ഷൈഡമാന ഹംദരൽ പ്രബാല അത്ഭുത രഖ ദീവൽ കമനഗ ഷൈഡസ് ഹോറമന ലബൗഷഥിരലി ആർഥുന റിഖദരഗ ജഗൽ കമനി. ഹോ ജീസസ് ഷൽബാല ബാല റേഖാതല റസ്ബ ഖൻദേ ഇൽമാറാ ഖിൽകോസിത റാൻഡ്രേ തോസ്ത ഇൽബ്രഖറ്റോഷ് ഇൻഡലബോഷ് അത്ഭുത റസ്പവർഗ ഷൈഡസ്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ലാംധാര വാൽബഹസി ഇൽബ്രഖറ്റയാൽഫുൽ അദീസ് പഹദർ ഖമനഗബൗഷസ്. എല്ലാ ദൈവമക്കളും ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി തുടങ്ങട്ടെ. ഇപ്പോൾ ഞങ്ങളെ യൂട്യൂബിലും സൂമിലും ഒക്കെ കാണുന്ന എല്ലാ ദൈവമക്കളും പരിശുദ്ധ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങി. എല്ലാ ദൈവമക്കളും വലിയൊരു ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വലിയൊരു ദൈവമഹത്വം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അസാധാരണമായ ഒരു ദൈവകൃപ താങ്കൾ ഇരിക്കുന്നിടത്ത് ചലിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. ഈ മീറ്റിംഗിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനും ഒരു പ്രതിഫലമുണ്ട്. അബോധ്യത്തോടെ നിങ്ങളായിരിക്കുക, അബോധ്യത്തോടെ നിങ്ങളായിരിക്കുക. നിങ്ങൾ ആമേൻ കേവലം ഒരു പൈശാചിക പീഡ ഉണ്ടാകാതിരിക്കാനല്ല, ദൈവം നിങ്ങളോട് കോപിക്കാതിരിക്കാനല്ല, നിങ്ങൾ ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഒരു പ്രതിഫലം നിങ്ങൾക്കുണ്ട്. ഞാൻ ആത്മനിറവിൽ പ്രവചിച്ചു തന്നെ പറയുകയാണ്, ഒരു പ്രതിഫലമുണ്ട് കേട്ടോ, ഒരു പ്രതിഫലമുണ്ട്. ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനും നിങ്ങൾ ഈ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്കും നിങ്ങൾ ഈ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഈ ശുഷ്കാന്തിയുള്ളവരായി തീരുന്നതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രതിഫലമില്ലാത്ത ഒരു കാര്യവും ഈ തിരുവെഴുത്തിനകത്ത് പറയുന്നില്ല. കർത്താവിന് വേണ്ടി ഒരു ഗ്ലാസ് പച്ച വെള്ളം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും പ്രതിഫലം ഉണ്ടെന്നുള്ളതാ പറയുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് പറയുന്നു, ഒരു പ്രതിഫലമുണ്ട്. ഇന്ന് ആ പ്രതിഫലം മേടിക്കാൻ ആത്മനിറവുള്ള എത്ര ദൈവമക്കളുണ്ട്. അവരെല്ലാം കർത്താവിനെ കരങ്ങൾ ഉയർത്തി മഹത്വപ്പെടുത്തിയേ ആ പ്രതിഫലം കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ, ആ ദൈവത്തിങ്കിൽ നിന്ന് ആ പ്രതിഫലം സ്വീകരിക്കാൻ ധൈര്യമുള്ള, കൃപയുള്ള, തീരുമാനമുള്ള ദൈവമക്കളെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു നല്ല നിമിഷം. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ, എസ്പെഷ്യലി ഇന്ന് എന്നോടുകൂടെ പാട്ട് പാടാൻ എൻ്റെ വൈഫിനെ കൂടെ കർത്താവ് ഒരുക്കി. ഈ മീറ്റിങ്ങിൻ്റെ ആദ്യം കൂടെ പാടിയത് ശബ്ദം കേട്ടോന്ന് അറിയത്തില്ല, കുഞ്ഞിൻ്റെ കരച്ചിലുകൊണ്ട് അവൾ കുറച്ച് അകന്ന് നിന്നാ പാടിയത്, അപ്പം അതുകൊണ്ട് കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. എനിവേ കർത്താവ് ദിവസം ഉപയോഗിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് പറഞ്ഞേക്കുന്നത് നാളെ നമുക്ക് അന്ത്യകാല അഭിഷേകം പാടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ. എനിക്കും അത് തന്നെ ആഗ്രഹം, ആ പാട്ട് പാടണമെന്ന് എന്നേ പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, കർത്താവ് ഒരുത്തൻ്റെ മേൽ നിയോഗം കൈമാറിയാൽ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ നിയോഗം കൈമാറിയാൽ, അവൻ ഏത് മാളത്തിനകത്ത് പിശാച് ചവിട്ടി അമർത്തി വെച്ചാലും നിയോഗത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ അതിനെ തള്ളി പുറത്തു വരും. ഞാനിതൊരു ആത്മനിറവിൽ പ്രവചിക്കുക കേട്ടോ. കർത്താവിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ വീണാൽ, ദൈവത്തിൻ്റെ കോളിംഗ് നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, മനുഷ്യനാകട്ടെ, ലോകമാകട്ടെ, പിശാചാകട്ടെ, ഒരു കാലഘട്ടം വരെ നിന്നെ ചവിട്ടി അമർത്തി വെക്കും. ഒരു കാലഘട്ടം വരെ നീ പുറത്തു വരത്തില്ലെന്ന് പറയും. ഒരു കാലഘട്ടം വരെ നിന്നെ പ്രയോജനപ്പെടുത്തത്തില്ലെന്ന് വെല്ലുവിളിക്കും. പക്ഷെ നിയോഗത്തിന്റെ ടൈം എത്തുന്നതും
നിയോഗത്തിന്റെ ടൈം എത്തുന്നതും ഒരു ഹെവൻലി ഫോഴ്സ് നിന്നിൽ നിന്ന് പുറപ്പെടും. നീ അവനെ ജയിക്കും. നീ അവനെ തകർത്തുകൊണ്ട് നീ പുറത്തു വരും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ദൈവത്തിന്റെ വിളിക്ക് ശക്തിയുണ്ട്. നമ്മളൊക്കെ വിളിക്കുന്ന പോലല്ല. ദൈവത്തിന്റെ വിളിക്ക് അസാധാരണമായ ശക്തിയുണ്ട്. ആ വിളിക്ക് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ദൈവത്തിന്റെ വിളിക്ക് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. രൂപഭാവ മാറ്റങ്ങൾക്ക് വിധേയമാക്കി കളയാൻ ദൈവത്തിന്റെ ശബ്ദത്തിന് കഴിയും. എത്ര പേർക്ക് അത് ഞാൻ പറഞ്ഞു മനസ്സിലായി? ഒരു വ്യക്തി ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിളിയുടെ ശബ്ദത്തിന് അവനെ രൂപഭാവ മാറ്റങ്ങൾക്ക് വിധേയമാക്കാനായി കഴിയും. അതാ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത. ഞാൻ ഇതിനു മുന്നേയും ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വിളി കേട്ട ഒരു വനവും ഒരു മരവും പിന്നെ ആ തോലിൽ ഇരുന്നിട്ടില്ല. ദൈവശബ്ദം വനത്തിന്റെ തോല് ഉരിക്കുന്ന ശബ്ദം തിരുവെഴുത്തി പറയുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട ഒരു മാനും പിന്നെ മച്ചിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. ആ മാന് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം വനങ്ങളുടെ യഹോവയുടെ ശബ്ദം വനത്തിന്റെ തോലുരിക്കുമാറാക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഞാനിത് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവശബ്ദം കേട്ട വനത്തിലുള്ള മരം പിന്നെ പഴയ തോടും വെച്ചോണ്ടിരുന്നിട്ടില്ലെങ്കിൽ, ദൈവശബ്ദം കേട്ട മാൻപേട പിന്നെ എനിക്ക് തൈറോയിഡ് ആണെന്നും അതുകൊണ്ട് എനിക്ക് പ്രസവിക്കാൻ പറ്റത്തില്ലെന്നും എനിക്ക് വന്ധ്യതയാണെന്നും അതുകൊണ്ട് ഞാൻ മച്ചിയാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ, വനത്തിന്റെ തോലുരിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാൻപേട പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ നിങ്ങളോട് ആത്മനിറവിൽ ഞാൻ പ്രവചിക്കുന്നു, ദൈവശബ്ദം കേൾക്കുന്ന നീ പിന്നെ ഇനി പഴയ അനുഭവത്തിൽ ഇരിക്കത്തില്ല. പിന്നെ നിങ്ങൾ ഇനി പഴയ അനുഭവത്തിൽ ഇരിക്കത്തില്ല. ശബ്ദം കേട്ടിട്ടുണ്ടോ? നീ ഡെലിവറി ആകും, നീ ഡെലിവേർഡ് ആകും. ശബ്ദം കേട്ടിട്ടുണ്ടോ? നിന്റെ ലെവൽ ചേഞ്ച് ആകും. ശബ്ദം കേട്ടിട്ടുണ്ടോ? നിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. ശബ്ദം കേട്ടിട്ടുണ്ടോ? നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഈ മാസങ്ങളിൽ എന്തോ ചിലത് താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഈ മാസങ്ങളിൽ തന്നെ, ഈ വരുന്ന ഈ മാസത്തിന്റെ പകുതിയും, ഇന്നിപ്പോ 27 ആയി, അടുത്ത മാസവും അടുത്ത മാസം ഈ മാസത്തിന്റെ ആമേൻ ബാക്കി ദിവസവും അടുത്ത മാസം എൻഡ് ആകുന്നതിന് മുന്നേ എന്തോ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കാനുണ്ട്. ഐ റിസീവ് ദിസ് പ്രോഫസി. ഞാൻ ഈ വേർഡ് റിസീവ് ചെയ്യുകയാണ്. ഈമാൻ. എന്തോ സംഭവിക്കാനുണ്ട്. ഞാൻ ആത്മനിറവിൽ പറയുന്നു, ഈമാൻ, ഈമാൻ, ഈമാൻ. ഒരു പ്രതിഫലം നിനക്ക് കയ്യിൽ വാങ്ങാൻ സമയമായി. ഒരു പ്രതിഫലം എന്റെ ജീവിതത്തിൽ വരാൻ സമയമായി. ഒരു പ്രതിഫലം എന്റെ ജീവിതത്തിൽ വരാൻ സമയമായി. പറയാൻ എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട്? നിങ്ങൾ ഒരു സാഹചര്യം നോക്കി ആ വാക്ക് പറയാൻ നിൽക്കല്ല, അതൊന്നും നടക്കാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു പ്രതിഫലം എന്റെ കയ്യിൽ വരാൻ സമയമായി. ഒരു പ്രതിഫലം ഞാൻ കാണാൻ സമയമായി. എന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലം ഞാൻ കാണാൻ സമയമായി. കമാൺ. ഞാൻ എന്തിനിത് പറയിക്കുന്നു എന്നുള്ളത് വേർഡ് തന്നിട്ട് പറയാം. ഞാൻ എന്തിനിപ്പോ പറയാൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ വേർഡ് തന്നിട്ട് പറയാം. ഇവാൻ, ഗ്ലോറി ടു ഗോഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തുടർന്നുള്ള സമയങ്ങൾ വളരെ വേഗം ഇന്ന് നമ്മുടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യും. ആ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിനകത്ത് വലിയൊരു പ്രതിഫലം ഓപ്പൺ ആകാൻ പോവുകയാണ്. നിനക്ക് പ്രതിഫലം തരത്തില്ലെന്നും നിന്നെ പ്രതിഫലം കാണാൻ വിടത്തില്ലെന്നൊക്കെ വാത് കെട്ടുന്നതൊക്കെ ഇന്നത്തെ വേർഡിൽ തകരും. ഇന്നത്തെ വേർഡിൽ തകരും. ഇന്നത്തെ വേർഡിൽ തകരും. ഇന്നത്തെ വേർഡിൽ തകരും. ആ വേർഡിന് അത്ര പവറുണ്ട്. ആ വേർഡിന് അത്ര പവറുണ്ട്. ഈ പ്രൊഫസിക്കും അത്രയും പവറുണ്ട്. Glory to God. See, Proverbs chapter 23 verse 16 to 18. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 23-ാമത്തെ സദൃശ്യവാക്യം അതിന്റെ 16 മുതൽ 18 ഫസ്റ്റ് ലൈൻ വരെ. രണ്ടാമത്തെ ലൈനാണ് നമ്മുടെ നാളത്തെ മോർണിംഗ് മെസ്സേജ്. ഇന്ന് 18-ാമത്തെ വാക്യത്തിന്റെ ഫസ്റ്റ് ലൈൻ മാത്രം. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, അതുവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. താഴെ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ലെന്നുള്ള നാളത്തെ മോർണിംഗ് മെസ്സേജാ.
ഇന്നത്തെ ആത്മശക്തിയുടെ ബാക്കി നാളെ പ്രഭാതത്തിൽ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇവൻ കർത്താവ് എനിക്ക് തന്ന കാര്യ, ഇത് ദൈവം എനിക്ക് തന്ന കാര്യ. ഇന്നൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. അത് തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അത് നാളത്തെ മോർണിംഗ് മെസ്സേജാ. ആമേൻ. അങ്ങനാണെങ്കിൽ ഇന്ന് പ്രതിഫലം വാങ്ങും എന്ന് വിശ്വസിക്കുന്ന എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. സോ ഞാൻ പ്രതിഫലം വാങ്ങാൻ തയ്യാറാക്കുകയാണ്. 16-ാമത്തെ വാക്യം മുതൽ വായിക്കും. നോക്കൂ. നിന്റെ അധരം നേരു സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. എനിക്ക് ഈ വേർഡ് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തിയോടെയാണ് ഞാൻ ഈ വേർഡ് വായിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ ഇതിൽ നിന്ന് പ്രസംഗിക്കണമെന്നോ എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഇതിനെ ഈ വേർഡ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ, ഈ വേർഡ് ഞാൻ ആവർത്തിച്ച് വായിച്ചാൽ, ഇത് ഞാൻ റീഡ് ചെയ്യുമ്പോ തന്നെ നിങ്ങളുടെ മേൽ ഈ വാക്കുകൾ പച്ച കുത്തുന്നത് പോലെ ചിലരുടെ മേൽ പതിയും. ഞാൻ ഈ വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ, കാരണം ഈ വാക്ക് ചിലർക്ക് മനസ്സിലായി, ഈ വേദഭാഗം ചിലർക്ക് മനസ്സിലായി, ഇതിന്റെ ആശയം ചിലർക്ക് മനസ്സിലായി. ഇത് വിശ്വാസത്തോടെ ഈ ആത്മ അന്തരീക്ഷത്തിൽ ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പച്ച കുത്തുന്നത് പോലെ ഈ വേർഡ് പതിയുകയാണ്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരിക ഇല്ല. അതിനു മുകളിൽ ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. വേദപുസ്തകത്തിൽ നിശ്ചയമില്ലാത്ത ഒരു കുത്തെങ്കിലും കോമ പോലുമെങ്കിലും ഇല്ല. ഞാൻ വാക്കല്ല പറയുന്നത്, വാക്യവുമല്ല പറയുന്നത്, ഞാൻ ആശയവുമല്ല പറയുന്നത്. വേദപുസ്തകത്തിനകത്തെ കുത്തിനും കോമയ്ക്കും അപ്പോസ്ട്രോഫിക്കും വരെ വ്യക്തമായ അർത്ഥവും സ്ഥാനങ്ങളും എന്റെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോളനും വെറുതെ വേദപുസ്തകത്തിനകത്ത് അച്ചടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ, അതെ, ഒരു വാക്കെഴുതേണ്ടടുത്ത് ഒരു ഇൻവേർട്ടർ കോമ വന്നിട്ടില്ല, ഒരു വാക്യം എഴുതേണ്ടടുത്ത് ഒരു കോളൻ വന്നിട്ടില്ല, ഒരു ആശയം എഴുതേണ്ടടുത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിട്ടില്ല. പിന്നെയോ ഇതൊക്കെ ഇരിക്കേണ്ടടുത്ത് വ്യക്തമായി വേദപുസ്തകത്തിനകത്ത് സ്ഥാനം നിശ്ചയിച്ചാണ് ഒരു കോളനെങ്കിലും ഒരു കുത്തെങ്കിലും ഒരു കോമായെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വ്യവസ്ഥ പ്രകാരം വെച്ചിട്ടുള്ളതെങ്കിൽ ഈ കുത്തിനും കോമയ്ക്കും എന്നെ ആർക്കും വേണ്ടേ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഈ കോളന് എന്നെ ആർക്കും ഉപയോഗിക്കാനില്ലേ എന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വേദപുസ്തകങ്ങൾക്കകത്ത് വ്യക്തമായ സ്ഥാനം ദൈവത്തിന്റെ ആത്മാവ് അവയ്ക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കുത്തിനും ഒരു കോമായിക്കും ഒരു ഫുൾ സ്റ്റോപ്പിനും പോലും വേദപുസ്തകത്തിനകത്ത് സ്ഥാനമുണ്ടെങ്കിൽ, ഒരു ചെറിയ മറുക് പോലെ, ഒരു പുള്ളി പോലെ, ഒരു കരപ്പൻ പോലെ ഇരിക്കുന്ന കുത്തിനും കോമയ്ക്കും പോലും ദൈവത്തിന് ഇത്രയും വലിയ വിലയുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഒരു കുത്തിന് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ഇത്ര ഉണ്ടെങ്കിൽ, ഒരു കോമായിക്ക് പ്രതീക്ഷിക്കാനും വിശ്വസിക്കാനും ഇത്ര ഉണ്ടെങ്കിൽ, മനുഷ്യ, എനിക്കും നിങ്ങൾക്കും എത്രയധികം തിരുവെഴുത്തിലെ വാക്യങ്ങൾ വിശ്വസിക്കാനും പ്രത്യാശിക്കാനും വകയുണ്ട്. കാരണം ഒരു കുത്തിനും കോമായിക്കും പോലും വിലയുണ്ടായത് എൻ്റെ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ്. മനുഷ്യന് തിരുവെഴുത്തി എടുക്കാനുള്ള പ്രാപ്തി അവന് വന്നത് എൻ്റെ യേശു ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ്. കുത്തും കോമയും അയ്യത്തിന് പുറത്തല്ലെങ്കിൽ, ഇന്ന് രാത്രി അവയൊക്കെ വേദപുസ്തകത്തിനകത്ത്, വ്യവസ്ഥയ്ക്കകത്ത്, ട്രാക്കിനകത്തെങ്കിൽ, ഇന്ന് രാത്രി ബൈബിൾ പറയുന്ന ആശയങ്ങൾക്കും ആലോചനകൾക്കും അകത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാകുന്ന താങ്കളെയും ദൈവം
പരിധിക്കും പരിമിതിക്കും പുറത്ത് നിർത്തത്തില്ല എന്ന് പരിശുദ്ധാത്മ നിറവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ആമേൻ. നിനക്കിന്ന് ആരുടെ ഹൃദയത്തിലും സ്ഥാനം കാണത്തില്ല. നിനക്കിന്ന് മനുഷ്യരുടെ ഇടയിൽ വില കാണത്തില്ല. ഒരു കുത്തിനെങ്കിലും കോമായിക്കെങ്കിലും ദൈവത്തിന്റെ വചനത്തോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോഴേ, ഒന്നും കൂടെ ഞാൻ കേറി പറയാം, ഒരാശയത്തോടു കൂടെ ചേർത്ത് കുത്തും കോമായി ഇടുമ്പോഴേ ആ കുത്തും കോമായിക്കും കോളനും അപ്പോസ്ട്രോഫിക്കും എല്ലാം ഫുൾ സ്റ്റോപ്പിനും എല്ലാം ഒരു വില വരുന്നുള്ളൂ. അസ്ഥാനത്ത് കുത്തും അസ്ഥാനത്ത് കോമയും ഒക്കെ കൊണ്ടിട്ട ആൾക്കാർക്ക് അർത്ഥം പിടികിട്ടാത്തതുപോലെ ഒരു വാക്യത്തോട് ചേർന്ന് നിൽക്കുമ്പോ, ഒരു വാചകത്തോട് ചേർന്ന് നിൽക്കുമ്പോ അവയ്ക്കൊക്കെ ഇത്ര വിലയാണെങ്കിൽ എന്നെയും നിങ്ങളെയും സ്വർഗം വചനത്തോട് ചേർത്ത് നിർത്തിയിരിക്കും. ഓ മൈ ഗാഡ്, എത്ര പേർക്ക് ഇന്ന് രാത്രി കത്തുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്? വചനത്തോടും പരിശുദ്ധാത്മാവോടും ചേർന്ന് നിൽക്കുന്ന, വചനത്തോടും പരിശുദ്ധാത്മാവോടും ചേർന്ന് നിൽക്കുന്ന നമ്മുടെയൊക്കെ വില ഇന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിനകത്തുകൂടെ മാറ്റിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇന്ന് വിലയില്ലാത്ത ചിലർ എന്നെ കാണുന്നുണ്ട്, വില മതിക്കാത്ത ചിലർ എന്നെ കാണുന്നുണ്ട്. വീട്ടിൽ വിലയില്ലാത്തവർ, നാട്ടിൽ വിലയില്ലാത്തവർ, പട്ടണത്തിൽ വിലയില്ലാത്തവർ, ചർച്ചിൽ വിലയില്ലാത്തവർ, ബന്ധങ്ങളിൽ വിലയില്ലാത്തവർ. പക്ഷെ നീ പ്രതീക്ഷിക്കുന്നു എനിക്ക് എന്റെ വിശ്വാസത്തിന് ഒരു പ്രതിഫലം ഉണ്ടാകും. നിന്റെ പ്രതിഫലം എന്റെ ദൈവം ഇന്ന് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ ചേർന്ന് നിൽക്കാൻ തയ്യാറാകുക. നീ സഭയോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുക. വചനത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുക. നിന്റെ വില സ്വർഗം മാറ്റുകയാണ്. നീ ഒരു ശൂന്യതയായിരിക്കാം, ഒരു പൂജ്യമായിരിക്കാം, ഒരു വട്ട പൂജ്യമായിരിക്കാം. പക്ഷേ അക്കമിപ്പുറത്തിടുന്ന ഒരു നല്ല നായകൻ, അക്കമിപ്പുറത്തിടുന്ന ഒരു നല്ല നായകനുണ്ട്. ശൂന്യതയാ ദൈവത്തിന് വേണ്ടത്, ഒട്ടക്കാലനയാ ദൈവത്തിന് വേണ്ടത്. അതിന്റെ കൂടെ ചേർത്ത് വെക്കുന്ന വിലയുള്ള ഒരു ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാ പൂജ്യത്തിന് വില. യേശുവിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ശൂന്യതകൾക്ക് വില. ഞാനൊരു വട്ട പൂജ്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്തോത്രം പറയും. കാരണം എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ക്രിസ്തു വില മതിക്കാൻ കഴിയാത്തവനാ. അവന്റെ കൂടെ ഞാൻ ചേർന്ന് നിന്നാൽ അവന്റെ കൂടെ എന്നെ എണ്ണത്തുള്ളൂ. ആരെങ്കിലും പൂജ്യത്തെ, ഞാൻ ചോദിക്കും, 100 രൂപ നോട്ടിലുള്ള 10 ആരും വേണ്ടെന്ന് വിചാരിക്കുവോ? പോട്ടെ, 100 രൂപ നോട്ടിലുള്ള 1 ആരെങ്കിലും വേണ്ടെന്ന് വിചാരിക്കുവോ? ആ പൂജ്യത്തിന് വില വരുന്നത് 1 ഇപ്പുറത്ത് കിടക്കുന്നുണ്ടാ. ആ പൂജ്യത്തിന് വില വരുന്നത് 1 ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. വെറുതെ ഒന്നും അല്ല കേട്ടോ. നിങ്ങളെ ദൈവം വട്ട പൂജ്യമാക്കിയ ഒരു അവസ്ഥയിൽ നിർത്തിയേക്കുന്നത്, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിർത്തിയേക്കുന്ന വെറുതെ ഒന്നും അല്ല കേട്ടോ. അക്കം ഇപ്പുറത്തേക്ക് വരാൻ പോവാന്നേ, സംഖ്യ ഇപ്പുറത്തോട്ട് വരാൻ പോവാന്നേ. ജയാളിയായ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. ഇന്ന് പിതാവ് അവനൊരു സ്ഥാനം കൊടുത്തത് കൊണ്ട് അവിടെ ഇരിക്കുന്നേ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന താങ്കൾ അവനൊരു സ്ഥാനം ജീവിതത്തിൽ കൊടുത്താൽ നിനക്കൊരു പ്രതിഫലമുണ്ട്. ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി ഇതിനകത്ത്. ഒത്തിരി ഭാരങ്ങൾക്കും നിരാശകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപാട് സ്ഥാനമുണ്ട്. പക്ഷെ ദൈവം ചോദിക്കുന്നു, ഒരു വേക്കന്റ് സ്പേസ് എന്റെ യേശുവിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ വാല്യൂ മാറുന്ന ദിവസമാണ്. തിരുവെഴുത്ത് എന്താ പറയുന്നത്? നിന്റെ അധരം നേര് സംസാരിച്ചാൽ. ഇവിടെ ഒരു ജീവിതത്തെ കുറിച്ചാ പറയുന്നത്. സഹോദരി, ക്രിസ്തുവിലാകുന്ന വ്യക്തിക്ക് വേറൊരു ജീവിതമുണ്ട് കേട്ടോ. യേശുവിലാകുന്ന വ്യക്തിക്ക് വേറൊരു ജീവിതമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ജീവിതത്തെ കുറിച്ചാ പറയുന്നത്. എന്താ ജീവിതം? നമുക്ക് നോക്കാം. നിന്റെ അധരം നേര് ഞാൻ ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നമുക്ക് സമയം കുറവാ. നിന്റെ അധരം നേര് സംസാരിച്ചാൽ. അപ്പോ നീതിമാന്റെ ഒരു വായെ കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. നീതിമാന്റെ വായി. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നിങ്ങളുടെ വാക്കിനെയും വായെയും പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിന്റെ വായി ശരിയല്ല, നിന്റെ നാവ് ശരിയല്ല, നീ എന്തെങ്കിലും വായി തുറന്ന് പറഞ്ഞാൽ അത് പട്ടുപോകും, ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിന്റെ വായെ വേണമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, നിനക്ക് വാക്ചാതുര്യമില്ല, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പൂജ്യം വില കൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ വാക്കിന് സ്വർഗം ഭയങ്കര വില ഇട്ടേക്കുന്നേ. ആമേൻ. നിന്റെ വാക്കിന് വിലയില്ല, നീ തരാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് എനിക്ക് തരുന്നില്ല, നിന്റെ വാക്കിന് ഒരു വിലയും ഇല്ല.
അപ്പൊ വാക്കിന് വിലയില്ല എന്ന് പറയുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ വാക്കിന് ദൈവം ഇട്ടിരിക്കുന്ന വില എന്താണെന്നറിയാവോ? നമ്മളില്ലായ്മ കൊണ്ടായിരിക്കും വാക്കിന് വിലകേട് വന്നുപോയത്. ഇന്നെന്നുള്ളത് നമുക്ക് നാളെ ആയിപ്പോകും. പക്ഷെ നമ്മൾ ചതിക്കുന്നവരല്ല. പക്ഷെ അതൊന്നും എതിർഭാഗം മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ എന്റെയും നിങ്ങളുടെയും അവസ്ഥകളെ വ്യക്തമായി മനസ്സിലാക്കുന്ന കർത്താവ് നിന്റെ നാക്ക് കരിനാക്കാന്നും നീ വായെടുത്ത് എന്തേലും പറഞ്ഞാൽ നശിച്ചു പോകുമെന്നും നീ ദൈവത്തെ ഓർത്ത് വാ തുറന്ന് ഈ വീട്ടിൽ സംസാരിക്കരുതെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ വായെ അടപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ശത്രു നമ്മുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുമ്പോ, എന്റെ വായെ വലിച്ചു തുറക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി സംസാരിക്കുക. എന്റെയും നിങ്ങളുടെയും വായ അടയ്ക്കുന്ന സാഹചര്യം, എന്റെയും നിങ്ങളുടെയും വായ അടപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തി, എന്റെയും നിങ്ങളുടെ വായ അടപ്പിക്കുന്ന മനുഷ്യർ, എന്റെയും നിങ്ങളുടെ വായ അടപ്പിക്കുന്ന ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ എന്റെയും താങ്കളുടെയും വായി തുറക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു ദൈവം ഇന്ന് വായൊന്ന് തുറക്കാൻ തയ്യാറാവണം കേട്ടോ. ഇന്ന് വായൊന്ന് തുറക്കാൻ തയ്യാറാവണം. അവസ്ഥ മാറും. ഞാൻ പ്രവചിക്കുകയാണ്. ഇന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രത്യേക ആത്മനിറവിലാണ് എന്നെ ഇന്ന് കർത്താവ് ഇവിടെ ഇരുത്തിയേക്കുന്നേ. ഇന്ന് അവസ്ഥ മാറണോ? നിന്റെ വായി തുറക്കണം. സാഹചര്യം എന്താ പറഞ്ഞേ? വാ തുറക്കല്ലേ, പ്രാർത്ഥിക്കല്ലേ, ഉപവസിക്കല്ലേ, പള്ളിയിൽ പോവല്ലേ, മെസ്സേജ് കേൾക്കല്ലേ, യേശുവെന്ന് വിളിക്കല്ലേ, അല്ലേ? പക്ഷെ ദൈവം പറയുന്നു നിന്റെ വായ തുറക്കണം. അപ്പൊ നീതിമാന്റെ വായിക്ക് ശക്തമായി വില കൽപ്പിക്കുന്ന, അതായത് ലോകം 0 വില കൽപ്പിച്ച നീതിമാന്റെ വായിക്കും വാക്കിനും അതിശക്തമായ വില കൽപ്പിക്കുന്ന എന്റെയും നിങ്ങളുടെയും വായി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്റെയും നിങ്ങളുടെയും അധരങ്ങളാണ് ഫലം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, നെഗറ്റീവ് പറയാൻ പാടില്ല, ശാപവാക്ക് പറയാൻ പാടില്ല. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ, ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളൊക്കെ നേര് സംസാരിക്കാൻ പറയുമ്പോ ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം, നേരല്ലാത്തത് സംസാരിക്കല്ലെന്നല്ലേ? നേര് സംസാരിക്കണമെന്ന് പറയുമ്പോ നേരല്ലാത്തത് സംസാരിക്കല്ലെന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്? അപ്പോൾ എന്താണ് നേര്? ദൈവത്തിന്റെ നേരറിയണമെങ്കിൽ ദൈവത്തിന്റെ നേർനിലത്തിൽ നടക്കണം. ആമേൻ. അപ്പോ നീതിമാന്റെ വായിക്കും നീതിമാന്റെ ഡിസിഷൻസിനും വളരെ ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് ഇപ്പൊ ഒരു ആശയം കൂടെ കിട്ടി. അപ്പൊ നേരുള്ളവനാകണമെങ്കിൽ, ദൈവത്തിന്റെ നേരെന്തെന്നറിയണമെങ്കിൽ നേർനിലത്തിൽ നടക്കണം. നേർനിലത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടവര് മാത്രമേ ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ശത്രു നിന്നെ നേർനിലത്തിൽ നിന്ന് ദോഷത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ, പിശാച് നിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന അധരത്തിൽ നിന്ന് ശാപവാക്കുകളും നെഗറ്റീവുകളും പുറപ്പെടുവിക്കാൻ ശ്രമിക്കുമ്പോ, ദൈവം അനുഗ്രഹിക്കാൻ വിളിച്ചിരിക്കുന്ന നിന്നെ ശാപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ, കർത്താവിന്റെ നേരിലേക്ക് ഇന്ന് രാത്രി ഒരു ജനറേഷനെ പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ കാന്തിക ശക്തിയോടെ പിടിച്ചെടുക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്ന ഞാൻ പറഞ്ഞുതരാം. നിന്റെ അധരം നേര് സംസാരിച്ചാൽ, നീതിമാന്റെ വായെക്കുറിച്ചാണ് പറയുന്നത്, എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. ഇനി അടുത്ത പറയുന്നു, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. സഹോദരങ്ങളെ, അസൂയ എന്ന ഒരു വികാരം, ആ ഒരു ആത്മാവിന് ഇന്ന് ലോകത്തിലുള്ള 80% ആൾക്കാരും 85% ആൾക്കാരും അടിമപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അസൂയ വരുന്നത്? നിങ്ങൾക്കുള്ളത് എനിക്കില്ലാതെ വരുമ്പോ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വല്ലാത്ത വികാരമാണ് അസൂയ എന്ന് പറയുന്നത്, ജലസി. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? അസൂയയോ കുശുമ്പോ വക്രതയോ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ നേരിനെ അറിയാനോ ദൈവത്തിന്റെ നേർനിലത്തിൽ നടക്കാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. അതായത് 0 എന്ന ലോകം എനിക്കിട്ടിരിക്കുന്ന വിലയ്ക്ക്
പൂജ്യമെന്ന ശൂന്യമെന്ന ലോകം എനിക്കിട്ടിരിക്കുന്ന വിലയ്ക്ക് നീ പൂജ്യത്തിൽ നിന്നൊരക്കത്തിലേക്ക് കടക്കത്തില്ലെന്ന്, വിലയുള്ളൊരു സംഖ്യയിലേക്ക് കടക്കത്തില്ലെന്ന് പിശാച് എനിക്ക് നേരെ പറഞ്ഞ ആ സംഖ്യയ്ക്ക് ഒരു വില എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ ഞാൻ കർത്താവിന് ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത് നേരുള്ള എൻ്റെ ഹൃദയമാണ്. എൻ്റെ വീടിന് എത്ര സെന്റ് ഉണ്ടെന്നല്ല, എൻ്റെ വീടിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് അല്ല, എൻ്റെ വീടിന്റെ ടാക്സ് റെസിപ്റ്റ് അല്ല, എന്റെ ടോട്ടൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് അല്ല, എന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല. ദൈവത്തിന് ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്റെ നേർഹൃദയം മാത്രമേ ഉള്ളൂ. ആമേൻ. കർത്താവ് നിനക്ക് 2 ഏക്കർ ഉണ്ടെങ്കിൽ അവിടെ നിറയ്ക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ അങ്ങോട്ട് പകർന്നു തരാമെന്ന് പറഞ്ഞതായി ഞാൻ വചനത്തിൽ കാണുന്നില്ല. നിനക്ക് ലയബിലിറ്റികൾ ഇല്ലാതെ പ്രോഫിറ്റ് മാത്രമുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ ആത്മാവിനെ കുറെ കൂടെ പകർന്നു തരാം, ഞാൻ നിന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊന്നും പറഞ്ഞതായി ഞാൻ ബൈബിളിൽ കാണുന്നില്ല. പിന്നെയോ, ലോകം പൂജ്യമെന്ന് വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും അവന്റെ കളങ്കമില്ലാത്ത ഹൃദയവും ശുദ്ധമായ മനസാക്ഷിയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്വർഗം പകരുന്ന മൂല്യങ്ങൾ കൽപ്പിക്കാൻ കഴിയാത്ത, ഈ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ള അക്കങ്ങൾ കൊണ്ട് വിലയിടാൻ കഴിയാത്ത സ്വർഗത്തിന്റെ ആത്മാവിനെ ദൈവം പകരുന്നു എന്നുണ്ടെങ്കിൽ, ആ നേർഹൃദയത്തിലാണ് പകരുന്നു എന്നുണ്ടെങ്കിൽ, അശുദ്ധ ഹൃദയത്തിലാണ് പകരുന്നു എന്നുണ്ടെങ്കിൽ, ശുദ്ധ മനസാക്ഷിയിലാണ് പകരുന്നു എന്നുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ സഹോദരങ്ങളെ, ലോകം മുഴുവനുള്ള സകല മനുഷ്യനും അനുഗ്രഹിക്കപ്പെടാൻ, യേശുവിനെ അറിഞ്ഞ മനുഷ്യന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി: ഹൃദയത്തിനകം വിശുദ്ധമാക്കുക, വായ് നന്നാക്കുക, ഹൃദയം വിശുദ്ധമാക്കുക. അവന്റെ ജീവിതത്തെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നു, അവന്റെ ജീവിതത്തിൽ പ്രതിഫലം വാങ്ങാതെ അവൻ ഈ മണ്ണ് വിട്ട് പോകത്തില്ല. ആമേൻ. നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളും ഒത്തിരി കയ്പുകളൊക്കെ അനുഭവിക്കുമ്പോൾ വായിക്കുവാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ എന്റെയും നിങ്ങളുടെയും വായുടെ വില എന്ന് പറയുന്നത് ലോകം ഇട്ടിരിക്കുന്ന വിലയല്ല. അവന്റെ വാക്കിന് വിലയില്ലെന്ന് മനുഷ്യൻ പറയും. ഓ, അവന്റെ വാക്കല്ലേ, അത് മൈൻഡ് ചെയ്യണ്ട. മനുഷ്യൻ പറയും, ഓ അവനല്ലേ, കാര്യമാക്കണ്ട, മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്, വില കൽപ്പിക്കണ്ട. ലോകം പറയും. പക്ഷേ ഒരു സാധു മനുഷ്യനെ പോലും, ഒരു സാധു മനുഷ്യന്റെ ഒരു വാക്കിനും പോലും, ഈ സത്യം അറിഞ്ഞുപോയ ഒരു സാധു മനുഷ്യന്റെ വാക്കിനും വായിക്കും പോലും അസാധാരണമായ വിലയാണ് സ്വർഗം കൽപ്പിക്കുന്നത്. പറയ എന്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചതിനാണോ വില, അതോ എന്റെ വായ്ക്ക് ദൈവം ഇട്ടിരിക്കുന്ന വിലയാണോ ഏറ്റവും വലിയ വില? അനുഗ്രഹിക്കപ്പെടണോ? വായ് തുറന്ന് നേര് സംസാരിക്കണം. അനുഗ്രഹിക്കപ്പെടണോ? ഹൃദയം നേർമയുള്ളതും വിശുദ്ധവുമാകണം. പവർ മീറ്റിങ്ങുകൾക്ക് മാത്രം പോയി കഴിഞ്ഞാൽ ശക്തി പ്രാപിക്കാം, പക്ഷെ ഫലം പുറപ്പെടുവിക്കണ്ടേ? ഫലം പുറപ്പെടുവിക്കുന്നത് നീതിമാന്റെ അധരമാണെന്ന് ബൈബിൾ പറയുന്നു. ഫലം ഉളവാകുന്നത് നീതിബോധമുള്ള ഹൃദയത്തിൽ നിന്നാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ ടേംസ് ആൻഡ് കണ്ടീഷനെ പൊട്ടിച്ചുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും? നിന്റെ അധരം നേര് സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. ദൈവത്തെ ആനന്ദിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ: നേര് സംസാരിക്കുക. അടുത്തത്, നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും കേട്ടോ, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടെ ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് ആളെണ്ണം കുറവായോണ്ടാണോ ഈ വാക്ക് ചേർത്ത് പറയുന്നത്? നീ എപ്പോഴും യഹോവ ഭക്തിയോടുകൂടി ഇരിക്കുക ആണോ? ദീപ പാസ്റ്റർ രാവിലെ 6:30-ക്കും വൈകിട്ട് 6:30-ക്കും മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. രാവിലെ 6:30-ക്കും വൈകിട്ട് 6:30-ക്കും മാത്രം യഹോവ ഭക്തിയോടുകൂടി ഇരുന്നാൽ മതിയോ? നോ. നമ്മൾ എപ്പോഴും യഹോവ ഭക്തിയോടുകൂടി ഇരിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ടോ? എന്താ അത്? ദൈവത്തിന്റെ വചനം വിലയില്ലാത്ത, റിസൾട്ട് കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു കാര്യവും ബൈബിളിൽ പറയുന്നില്ല എന്നൊരു സത്യം.
എല്ലാ കാര്യങ്ങളും സത്യമാണ്. അങ്ങനെയാണെങ്കിൽ യഹോവ ഭക്തിയോടുകൂടെ എപ്പോഴും ഇരിക്കാൻ കർത്താവ് പറയണമെന്നുണ്ടെങ്കിൽ, യഹോവ ഭക്തിയോടെ എപ്പോഴും ഇരിക്കാൻ കർത്താവ് പറയണമെന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന്റെ ജീവിതത്തിൽ എന്തോ കാര്യം സംഭവിക്കാനുണ്ട്. ദൈവസന്നിധിയിൽ ഭക്തിയോടെ ഇരിക്കുന്നവന്റെ ജീവിതത്തിൽ, ഭക്തിയോടെ എന്ന് എടുത്തു പറയുന്നുണ്ട് കേട്ടോ, യഹോവ ഭക്തിയോടെ, ദൈവസന്നിധിയിൽ ഭക്തിയോടെ ഇരിക്കുന്നവന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, ദൈവസന്നിധിയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചിലവിടുന്ന, ദൈവസന്നിധിയിൽ സമയം പോലെയൊക്കെ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന, കർത്താവിനോട് ചേർന്നിരിക്കുന്ന, ലോകം എന്തോ പറയട്ടെ, എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ ഇരുന്ന നാളുകൾക്ക് സ്വർഗം പ്രതിഫലം തരാൻ സമയമായി. നിങ്ങൾ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്തതിന് കർത്താവ് പ്രതിഫലം തരാൻ സമയമായി. നിങ്ങൾ ദൈവസന്നിധിയിൽ ഫെയ്ത്ത് കൺഫസ് ചെയ്തതിന് കർത്താവ് പ്രതിഫലം തരാൻ സമയമായി. നിങ്ങൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചതിന് എൻ്റെ ദൈവം പ്രതിഫലം തരാൻ സമയമായി. നിങ്ങൾ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തതിന്, പ്രൊക്ലെയിം ചെയ്തതിന് കർത്താവ് പ്രതിഫലം തരാൻ സമയമായി. ലോകം നിന്റെ പ്രതിഫലങ്ങളും നീ സമ്പാദിച്ചതും മുഴുവനും തട്ടിപ്പറിച്ചു കൊണ്ടുപോയാലും, സ്വന്തം ബന്ധങ്ങൾ നിനക്കുള്ളതും കൂടെ പിടിച്ചു വെച്ചിരുന്നാലും, ദൈവസന്നിധിയിൽ നിന്റെ നന്മയെ തടയാൻ, ദൈവസന്നിധിയിലുള്ള നിന്റെ ഉയർച്ചയെ തടയാൻ, ദൈവസന്നിധിയിലുള്ള താങ്കളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയെ തടയാൻ, നിങ്ങളുടെ അസറ്റുകളെ തടയാൻ, നിങ്ങളുടെ റിസൾട്ടുകളെ തടയാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയെയും ദൈവം അനുവദിച്ചിട്ടില്ല, മേലാൽ അനുവദിക്കത്തുമില്ല. ഗ്ലോറി, ആമേൻ. ഹേ രാമാശിയാംദേ, ഓ അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും, അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നോക്കൂ, ജീവിതം ശൂന്യമായി കിടന്നപ്പോഴാ, ജീവിത ശൂന്യതകളുടെ നടുവിൽ നിറവായ ഒരു അനുഗ്രഹം സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. മനുഷ്യരാശി മുഴുവൻ ശൂന്യമെന്ന് എണ്ണപ്പെട്ടപ്പോഴാ വിലയുള്ള യേശുവിനെ നിറവാർന്ന ഒരു അനുഗ്രഹമായി മനുഷ്യരാശിയുടെ ഇടയിലേക്ക് പിതാവ് അയച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും ഈ ഓൺലൈൻ സർവീസിൽ വാച്ച് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലമില്ലാത്ത ഒരു പോർക്കളത്തിലല്ല താങ്കൾ നിൽക്കുന്നത്. യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടു പോയി ശത്രു രാജ്യത്തെ കീഴ്പ്പെടുത്തി കളയുമ്പോൾ ജവാന്മാർക്ക്, പട്ടാളക്കാർക്ക് ഒരു അനുമോദന ചടങ്ങും, അതുപോലെ തന്നെ അവരെ പ്രൈസ് ചെയ്തുകൊണ്ടും അവരുടെ ആക്ടിവിറ്റീസിനും അവരുടെ സേവനത്തിന് അനുമോദനങ്ങൾ നൽകാറുണ്ട്, അവരെ പ്രൈസ് ചെയ്യാറുണ്ട്, അവർക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട്, അവരെ സന്തോഷിപ്പിക്കാറുണ്ട്, അവരുടെ പ്രവൃത്തിക്ക് വില കൽപ്പിക്കാറുണ്ട് ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെയെങ്കിൽ എന്നെയും താങ്കളെയും ദൈവം ഈ പോർക്കളത്തിൽ ദൈവമാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഓരോ വിശ്വാസത്തിന്റെ വാക്കുകൾക്കും വിശ്വാസത്തിന്റെ പ്രാർത്ഥനകൾക്കും അതിശക്തമായ പ്രതിഫലമുണ്ട്. ഒരു പ്രതിഫലമുണ്ടാകും, നിശ്ചയമില്ലാത്ത ഒരു കാര്യങ്ങളും തിരുവെഴുത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു പ്രതിഫലമുണ്ടാകും, നിശ്ചയം. ദൈവമക്കളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലെ പ്രതിഫലം നമ്മൾ എപ്പോഴും എല്ലാ പ്രാവശ്യം കേൾക്കുന്നതാണ്, ഈ ഭൂമിയിലെ പ്രതിഫലം. അതിനേക്കാൾ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഒരു മനുഷ്യന് വേറൊരു ജീവിതമുണ്ട്. അനശ്വരതയെക്കുറിച്ചുള്ള ഒരു മനുഷ്യന്റെ പ്രതീക്ഷ, അനശ്വരമായ ഒരു ജീവിതത്തെക്കുറിച്ച് ഏതൊരു ദൈവ പൈതലും അറിഞ്ഞിരിക്കണം. അനശ്വരമായ ഒരു ജീവിതമുണ്ട് നമുക്ക്, ക്ഷയമില്ലാത്തൊരു ജീവിതമുണ്ട് നമുക്ക്, അക്ഷയമായ ഒരു ജീവിതമുണ്ട് നമുക്ക്.
ആ തിരുവെഴുത്തിനെ കുറിച്ച് പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം. അവിടെ നോക്കിയേ, സൗമ്യതയുടെയും സാവധാനതയുമുള്ള മനസ്സ് എന്ന സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. നോക്കുക, ഒരു മനുഷ്യന് നേരുള്ള ഹൃദയം വേണമെന്ന് തിരുവെഴുത്ത് ആവശ്യപ്പെടുന്നതിന്റെ ആധാരം, ഒരു മനുഷ്യന് നീതിയുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്നും നേരുള്ള ഒരു നാവുണ്ടാകണമെന്നും വക്രത നിരൂപിക്കാത്ത ഒരു മനസ്സുണ്ടാകണമെന്നും ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നതിന്റെ കാര്യം, നീ ഈ ലോകത്തിൽ ശുഭമായിരിക്കുന്നത് പോലെ തന്നെ വരുവാനുള്ള ലോകത്തിലും ശുഭമായിരിക്കണം എന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മൾ ആർക്കെങ്കിലും കെണി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കെണിവെക്കാനും ഈ ലോകത്തിൽ ഒരാളിരിപ്പുണ്ടായിരിക്കും. ഈ ലോകത്തിൽ നാം ആർക്കെങ്കിലും എതിരായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കെതിരായി സംസാരിക്കാനും ചില വ്യക്തിത്വങ്ങൾ ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കും. ഈ ലോകത്തിൽ നാം ആരുടെയെങ്കിലും ഒക്കെ നന്മകളോ അനുഗ്രഹങ്ങളോ അവകാശങ്ങളോ അവസരങ്ങളോ കവർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്മകളും അവസരങ്ങളും കവരാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. എന്നാൽ നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകയില്ല എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ, നേരുള്ളവനെ നീതിയുടെ പാതകളിൽ നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ, വക്രതയില്ലാത്ത, കോട്ടമില്ലാത്ത, ക്ഷയമില്ലാത്ത, അസൂയയില്ലാത്ത, ജലസിയില്ലാത്ത ഒരു മനസ്സുള്ള ഒരു മനുഷ്യനെ സ്വർഗം ഏറ്റവും വലിയ വില കൽപ്പിക്കുന്നുവെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, പത്രോസ് അവിടെ പറയുന്നത് അക്ഷയഭൂഷണമായ ഗൂഢമനുഷ്യൻ എന്നാണ്. എന്താണ് അക്ഷയഭൂഷണമായ ഗൂഢമനുഷ്യൻ? അതിന് തിരുവെഴുത്തിൽ ഇവിടെ പറയുന്നത് അഫ്താർട്ടോസ് എന്നാണ്. ഗ്രീക്ക് പദത്തിൽ അഫ്താർട്ടോസ് എന്നൊരു പദം അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ അക്ഷയം എന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ആ വാക്കിന് അർത്ഥമാക്കുന്നത്. അഫ്താർട്ടോസ് എന്ന വാക്കിന് അക്ഷയം. അക്ഷയം, പ്രിയപ്പെട്ട സുഹൃത്തെ, അക്ഷയം എന്ന് പറയുന്നത് ക്ഷയമില്ലാത്ത ഒന്നിനെയാണ്. ഒരു വിശ്വാസിയെ നോക്കി, ഒരു ദൈവ പൈതലിനെ നോക്കി തിരുവെഴുത്തിനകത്ത് അഫ്താർട്ടോസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ ക്ഷയിച്ചു പോകുന്ന അസ്ഥിയെക്കുറിച്ചല്ല, അവന്റെ ക്ഷയിച്ചു പോകുന്ന ത്വക്കിനെ കുറിച്ചുമല്ല, അവന്റെ ക്ഷയിച്ചു പോകുന്ന മാംസത്തെക്കുറിച്ചുമല്ല, അവന്റെ ക്ഷയിച്ചു പോകുന്ന അവയവങ്ങളെ കുറിച്ചുമല്ല. ഒരു മനുഷ്യന് ക്ഷയമില്ല എന്ന് പറയുമ്പോൾ അവന്റെ പ്രതീക്ഷകളെ ക്ഷയിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ലെന്നുള്ള സത്യം കൂടെ ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷകളും പ്രത്യാശകളുമാണ്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് പോരാടേണ്ടി വരുന്നത് നിങ്ങളുടെ ശത്രുക്കളോടല്ല, നിങ്ങൾക്ക് നേരെ പോരടിക്കാൻ വരുന്നവരോടല്ല. ഒരു മനുഷ്യന്, ഒരു ആത്മീയ മനുഷ്യന്, ഒരു ആത്മ പൈതലിന്, ഒരു ദൈവ പൈതലിന് ഏറ്റവും കൂടുതൽ പോരാടേണ്ടി വരുന്നത് അവന്റെ പ്രതീക്ഷകൾക്കെതിരെയുള്ള വിശ്വാസങ്ങളോടാണ്. അവന്റെ പ്രതീക്ഷയൊന്ന്, പക്ഷേ സാഹചര്യം അവനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊന്ന്. അവന്റെ പ്രത്യാശയൊന്ന്, പക്ഷേ അവന്റെ മനസ്സിൽ പറയുന്ന ആശയങ്ങൾ മറ്റൊന്ന്. പ്രിയപ്പെട്ട സുഹൃത്തേ, പ്രത്യാശയും പ്രതീക്ഷയും ഒരു മനുഷ്യന് ജീവിക്കാൻ പ്രേരണ തരുമ്പോൾ ചിലപ്പോൾ വിശ്വാസങ്ങൾ പോലും പാമ്പ് പോലെ നമ്മുടെ പ്രത്യാശകളെയും പ്രതീക്ഷകളെയും കടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടുവരാറുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള പല പോരാട്ടങ്ങൾ ദൈനംദിനം എനിക്ക് നേരെ വേട്ടയാടുമ്പോഴും എന്നെ അതിനകത്തൊന്നും കൊടുക്കാതെ വണ്ണം കൊണ്ടു നടക്കുന്ന നല്ല പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ പ്രത്യാശ നിനക്കൊരു വിവാഹം നടക്കുമെന്നാണെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷ നിനക്കൊരു നല്ല ജീവിതവും ഭാവിയും ഉണ്ടാകുമെന്നാണെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുമെന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും
എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും ഇന്നല്ലെങ്കിൽ നാളെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലം എന്റെ ദൈവം തരുമെന്നുള്ളതാണെങ്കിൽ, വിശ്വാസമായിരിക്കുന്ന ഈ വിശ്വാസങ്ങൾക്ക് നേരെ വിശ്വാസത്തിന്റെ രൂപത്തിൽ വിശ്വാസമെന്ന് നമ്മളോട് പറഞ്ഞ് നമ്മെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ലോകത്തിന്റെ ചിന്തകളുണ്ട്, സാഹചര്യങ്ങളുടെ നിഴലുകളുണ്ട്. ഇന്ന് രാത്രി അത് കണ്ടറിഞ്ഞു ഉണർന്ന് ശാസിക്കേണ്ടതിനെ ശാസിക്കുകയും പുറത്താക്കേണ്ടതിനെ പുറത്താക്കുകയും ഭത്സിക്കേണ്ടതിനെ ഭത്സിക്കുകയും ജയമെടുക്കേണ്ടതിന് മേൽ ജയമെടുക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ വിശ്വാസങ്ങളെ തകർക്കുന്ന, പ്രതീക്ഷകളെ തകർക്കുന്ന സകലത്തെയും തകർത്തുകൊണ്ട് ഇന്ന് രാത്രി മുന്നേറാൻ ഒരു സ്വർഗീയ ആരോഗ്യം ചിലരുടെ മേൽ സ്വർഗം കൈമാറും. ഹല്ലേലൂയ. അഫ്താർട്ടോസ്, അക്ഷയമായത്. ശുദ്ധ ഹൃദയമുള്ളൊരു മനുഷ്യന് ദൈവം ക്ഷയിക്കാത്ത വിശ്വാസത്തിന്റെ ആത്മാവിനെ തരും. ശുദ്ധ ഹൃദയമുള്ള നേരുള്ള നാവുള്ളൊരു മനുഷ്യന് ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, ശക്തി കുറഞ്ഞു പോകാത്ത, ജീവൻ കുറഞ്ഞു പോകാത്ത പ്രാർത്ഥനയുടെ അഭിഷേകം അവന്റെ നാവിന്മേൽ പകരും. ജയിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ ജയിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ ജയിക്കണമെങ്കിൽ ഇതുപോലുള്ളൊരു അഭിഷേകം വേണം. ജഡം തളർന്നാലും ശരീരം ക്ഷീണിച്ചാലും ആത്മാവ് കൊണ്ട് ജഡത്തെ ജനറേറ്റ് ചെയ്ത്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഉറങ്ങിപ്പോകാറുണ്ടോ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ക്ഷീണം വരാറുണ്ടോ? തൂങ്ങിപ്പോകാറുണ്ടോ? ഉറങ്ങി വീഴാറുണ്ടോ? ജഡം കൊണ്ട് ആത്മാവിനെ അല്ല, ആത്മാവ് കൊണ്ട് ജഡത്തെ നീ ജനറേറ്റ് ചെയ്ത് പവർഫുൾ ആക്കി എടുക്കണം. അതാണ് അക്ഷയഭൂഷണമായ ഹൃദയമുള്ള മനുഷ്യന്റെ കർത്തവ്യം. യേശു ശിഷ്യന്മാരോട്, പത്രോസിനോട് പറഞ്ഞുടാ, 1 മണിക്കൂർ നേരം നീ ഉണർന്നിരിക്കണം. ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷെ ജഡം അദ്ദേഹത്തെ ഉറക്കിക്കളഞ്ഞു. കർത്താവ് വന്നിട്ട്, ഓ ജഡമല്ല, ജഡ ശരീരത്തിലല്ലേ മനുഷ്യൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് പത്രോസിനെ ഒരിക്കലും അങ്ങനെ ന്യൂട്രലൈസ് ചെയ്തില്ല. കർത്താവ് പത്രോസിനെ ശാസിച്ചിട്ട് പറഞ്ഞു, 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? ഉറക്കമില്ലാത്ത നാളുകൾ വരാൻ പോവാ. ഗ്ലോറി. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അത് ഏറ്റവും കൂടുതൽ ഓവർലോഡാണ് ഈ ഇടയായിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരിക്കലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഓവർലോഡ് എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങളിൽ പലരും വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. പക്ഷെ എല്ലാവരും ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. എല്ലാവരും, ഒറ്റ കോള് പെൻഡിങ് ഇല്ല. ഇനി കുറച്ച് കോളുണ്ട്, കുറച്ച് കോള് തിരിച്ചു വിളിക്കാൻ ബാക്കി കിടപ്പുണ്ട്, ബാക്കിയൊക്കെ ഞാൻ ഇന്ന് ഉച്ചയോടകം വിളിച്ചു തീർത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഉറക്കമില്ലാത്ത നാളുകൾ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത വരാൻ പോവുകയാണ്. അപ്പൊ നിനക്ക് 1 മണിക്കൂർ നേരം ഉണർന്നിരിക്കാൻ കഴിയത്തില്ലേ? പ്രതിഫലമില്ലാത്ത കാര്യമല്ല പത്രോസേ ഞാൻ നിന്നോട് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട്. ഗ്ലോറി ടു ജീസസ്. ബൈബിൾ പറയുന്നു, അക്ഷയമായത് മനുഷ്യന്റെ ദേഹിയെയും ആത്മാവിനെയും സംബന്ധിച്ച് അതിനെ അക്ഷയമെന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ തേജസ്കരിക്കപ്പെടുന്ന ശരീരത്തെ അക്ഷയം, അഫ്താർട്ടോസ് എന്ന പദം കൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സ്വർഗീയ അവകാശം ഒരിക്കലും ക്ഷയം തട്ടാത്ത ഒരു അവകാശം. ആമേൻ. നോക്കൂ, ഒരിക്കലും ക്ഷയം തട്ടാത്ത ഒരു അവകാശം, കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ച്, സ്വർഗീയ അവകാശത്തെക്കുറിച്ച് അഫ്താർട്ടോസ് എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ലോകത്തിൽ കർത്താവ് എന്നെ പ്രാർത്ഥിക്കാൻ നിറച്ചിരിക്കുന്ന ആത്മാവ് ക്ഷയിക്കുന്ന ആത്മാവല്ല. എൻ്റെ ബുദ്ധിയും എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ധാരണകളും എൻ്റെ ബോധ്യങ്ങളിലും എൻ്റെ അനുഭവങ്ങളിലും എവിടെ വാട്ടം സംഭവിക്കുന്നോ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും കുറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന അഫ്താർട്ടോസ് എന്ന ഒരു അനുഭവം,
അക്ഷയമായ അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. പ്രതിഫലമുണ്ട് നിശ്ചയം. ചുരുക്കി പറഞ്ഞാൽ ആ വാക്കിനർത്ഥം വരുന്നത് അഫ്താർട്ടോസ് എന്നൊരു പദത്തോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഞാൻ തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഒരു കുത്തിനും കോമയ്ക്കും പുള്ളിക്കും പോലും വില വരുന്നത് വിലയുള്ളൊരു വാക്കിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഞാനും നിങ്ങളുമൊക്കെ കർത്താവ് വിളിച്ചു വേർതിരിച്ചത് ഒരു വിലയും ഇല്ലാത്ത സ്ഥാനത്ത് നിന്ന്. എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം വിളിച്ചു വേർതിരിച്ചത് ഒരു വിലയില്ലാത്ത സ്ഥാനത്ത് നിന്ന്. ദരിദ്രനെ കുപ്പയിൽ നിന്നും എളിയവനെ പൊടിയിൽ നിന്നും ദൈവം ഉയർത്തിയതുപോലെ എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം ഒരു ക്ഷയമില്ലാത്ത വിളിയാൽ വിളിച്ചു വേർതിരിച്ചിട്ട് കർത്താവ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിലിട്ട് തന്നിരിക്കുന്ന ആത്മാവ് ക്ഷയിക്കാത്ത ആത്മാവ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഇതൊക്കെ ക്ഷയിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോഴെങ്കിലും ഇതൊക്കെ വാടിപ്പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രതിഫലം ലേറ്റ് ആകുന്നുവെങ്കിൽ അത് പ്രതിഫലം ക്ഷയിച്ചത് കൊണ്ടല്ല, മറുപടി ക്ഷയിച്ചത് കൊണ്ടല്ല. അത് നമ്മുടെ അവസ്ഥകളും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഉള്ളിനോട് സംസാരിച്ചു. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി പ്രതിഫലം ഒന്നും ഉണ്ടാകത്തില്ല. ഈ നിത്യത 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 എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ ഇനിയിപ്പോ കാണാനാണോ പോകുന്നു? അതൊക്കെ മരിച്ചാൽ അങ്ങനെയൊക്കെ ഒരു ജീവിതം ഉണ്ടാവുന്ന ആർക്കറിയാം? മരിച്ചു കഴിഞ്ഞാൽ ആരറിയാൻ പോകുന്നു? ഇങ്ങനെയൊക്കെയുള്ള ബാലിശമായ ആലോചനകൾ നമ്മുടെ തലയിൽ തന്ന് സ്വർഗീയ പദവിയും ഭൗമിക പദവിയും ഒരു വിശ്വാസിയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്ന, ഒറ്റവാക്കിൽ പറഞ്ഞാൽ എനിക്ക് ദൈവം ഓഫർ ചെയ്ത പ്രതിഫലത്തിൽ നിന്ന് എന്നെ തട്ടിത്തെറിപ്പിക്കുന്ന സാത്താനിക ഉപദേശങ്ങളെ സൂക്ഷിച്ചുകൊള്ളുക, സാത്താനിക ചിന്തകളെ സൂക്ഷിച്ചുകൊള്ളുക. ഞാനും നിങ്ങളും എന്തായിരിക്കണം? പ്രതിഫലം വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലങ്കാരം, തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു, നന്മ ചെയ്തു, യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. നോക്കിയേ, ഭീഷണികൾ നിന്റെ പ്രത്യാശയുടെ വീര്യം കുറയ്ക്കും. അസൂയാലിക്കളുടെ വാക്കുകൾ നിന്റെ പ്രതിഫലത്തിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തും. ഏഷണി പറയുന്ന വാക്കുകൾ, ഏഷണിക്കാർ നിന്റെ പ്രതിഫലത്തെ തട്ടിത്തെറിപ്പിക്കും. അശുദ്ധ കൂട്ടുകെട്ടുകൾ നിന്റെ പ്രതിഫലം തടയും. ദുർമോഹങ്ങൾ നിന്റെ പ്രതിഫലം തടയും. ദുഷ്കാമം നമ്മുടെ പ്രതിഫലം തടയും. ദുരാലോചന നമ്മുടെ പ്രതിഫലം തടയും. ദുർമോഹം നമ്മുടെ പ്രതിഫലം തടയും. അസൂയ നമ്മുടെ പ്രതിഫലം തടയും. അശുദ്ധി പ്രതിഫലം തടയും. ഓവർ ടോക്കിംഗ്, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ജഡത്തിലെ സംസാരങ്ങൾ, അർത്ഥമില്ലാത്ത വാക്കുകൾ, അനാവശ്യമായ സംസാരങ്ങൾ, സംസാര ശൈലികൾ, അനാവശ്യമായ പദപ്രയോഗങ്ങൾ, തമ്മിൽ ചേർച്ചയില്ലാത്ത വാക്കുകൾ, കുറ്റം പറച്ചിൽ, ഇതെല്ലാം പ്രതിഫലം തടയും. പ്രതിഫലം തരാത്തതിന് ദൈവത്തിന് എന്നോടും നിങ്ങളോടും ഒക്കെ വ്യക്തമായി പറയാൻ കാരണങ്ങളുണ്ട്, വിത്ത് എവിഡൻസ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ എന്തിനാണ് ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത്? അവൻ വിശുദ്ധനായതുകൊണ്ടല്ലേ വിശുദ്ധൻ എന്ന് വിളിച്ചത്. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത്, ഞാൻ ട്രാക്കിലാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല, ഞാൻ ദൈവകൃപയിലാണ് എന്ന് പറയുന്നവൻ ഇനിയും ദൈവകൃപയിൽ അധികം 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 കയറി നിൽക്കാൻ താല്പര്യം കാണിക്കട്ടെ. അവന്റെ കണ്ണിൽ ആകാത്തതൊന്നും പതിയാതിരിക്കട്ടെ. അവന്റെ നാവിൽ വരാൻ പാടില്ലാത്തതൊന്നും പറയാതിരിക്കട്ടെ. അവൻ ആരെക്കുറിച്ചും കുറ്റം പറയാതിരിക്കട്ടെ. എനിക്ക് ഉപകാരം ചെയ്യാൻ കടംപ്പെട്ടവൻ എനിക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും അവനെക്കുറിച്ച് കുറ്റം പറയാതിരിക്കട്ടെ. എന്റെ വായി കൊണ്ടൊരു
പാഴ്വാക്ക് വന്നിട്ട് എൻ്റെ പ്രതിഫലം തടഞ്ഞുകൂടാ. ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം എനിക്കുണ്ടാകുന്നതും സ്വർഗത്തിൽ നിത്യതയിൽ ജയകരമായ ഒരു പർദീസ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നതും എൻ്റെ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ സൈൻ ചെയ്യപ്പെടുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് അങ്ങനല്ലേ പറയുന്നത്? അതെ, ഗുഡ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടില്ലേ? എനിക്കൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് അഡ്മിഷൻ കിട്ടിയത്. കാരണം ബെഞ്ചും ഡെസ്കും ഒക്കെ ചവിട്ടി ഓടിച്ചിട്ടാണോ വരുന്നതെന്ന് അവർക്ക് അറിയണമല്ലോ. അപ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് മേടിക്കണമായിരുന്നു. മേടിച്ച് കൊടുത്തിട്ടാണ് എനിക്കൊക്കെ അഡ്മിഷൻ കിട്ടിയത്. എന്നതുപോലെ നമുക്കെല്ലാവർക്കും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് സ്വർഗം പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ കൂടെ നിൽക്കുന്ന മാലാഖമാർ സ്വർഗത്തിൽ പോയി പറയും, ഹി ഈസ് എ ജെനുവിൻ പേഴ്സൺ. സ്വർഗത്തിൽ പോയി പറയും. റിപ്പോർട്ടിംഗ് ഉണ്ട്. നമ്മുടെയൊക്കെ കൂടെ നിൽക്കുന്ന മാലാഖമാർ സ്വർഗത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ദൂതന്മാർ സ്വർഗത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ. ദൂതന്മാർ വെട്ടാനും കത്തിക്കാനും മാത്രമല്ല ഇറങ്ങുന്നത്. നമ്മൾ നന്മ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാനും തിന്മ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാനും ദൂതന്മാരുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, പ്രസംഗിക്കുന്നതോ പാട്ട് പാടുന്നതോ കൈയടിക്കുന്നതോ ആത്മാവിലാകുന്നതോ മാത്രമല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വിശുദ്ധകരമായ ജയകരമായ ഒരു ജീവിതം ഞാനും നിങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോ റാസി ബാബാ ബാബാ. Thank you, Jesus. Oh, Ramashiante.
ഹേ ബ്രാഥാസ്കോലഹംതേ. അതുകൊണ്ട് ഞാനും നിങ്ങളും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഭൂമിയിലെ ജീവിതം മാത്രമല്ല, സ്വർഗത്തിലെ ജീവിതം കൂടെയാണ്. ജയകരമായ ജീവിതം എനിക്കുണ്ടാകുന്നത് നേരുള്ള ഒരധരം എനിക്കുള്ളപ്പോഴാണ്. വായി തുറന്നൊന്ന് പറഞ്ഞേ, ഞാൻ ഇനി തകരത്തില്ല. എന്നെ തകരാൻ വേണ്ടിയിട്ടല്ല കർത്താവ് വിളിച്ചത്, നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് വിളിച്ചത്. എൻ്റെ അമ്മാവൻ പറഞ്ഞതും എൻ്റെ അമ്മായി പറഞ്ഞതുമായിട്ടുള്ള വാക്കുകളൊന്നുമല്ല എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനൊന്നുമല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞതും അവർ പറഞ്ഞതും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ അതിനെ ചൊല്ലി വിലപിക്കരുത്. ദൈവം നിന്നോട് വാലല്ല തല നിന്നെ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വല്ലവരും നിന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ്, അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സന്തോഷം, ശിഷ്ടകാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട അവസ്ഥകൾ എന്തിനാണ് അവരുടെ വാക്കിന് വില കൊടുത്ത് ഇല്ലാതാക്കുന്നത്? അതുകൊണ്ട് നിന്നെ ആരൊക്കെ പ്രാഗിയാലും, നിന്നെ ആരൊക്കെ ശപിച്ചാലും, ആരൊക്കെ നിന്നെക്കുറിച്ച് ദോഷവാക്ക് പറഞ്ഞാലും, കർത്താവ് നിന്നെക്കുറിച്ച് പറയുന്നു, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളുമാണ്. മറ്റൊരു വാക്ക് പറയുന്നു, എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ ഉള്ളം കരത്തിൽ അവൻ വരച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. എനിക്ക് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. എൻ്റെ പ്രാർത്ഥനകൾക്ക് പ്രതിഫലമുണ്ടാകും, എൻ്റെ ഉപവാസത്തിന് പ്രതിഫലമുണ്ടാകും, എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ ഇനിഷ്യേറ്റീവ്സിനും പ്രതിഫലമുണ്ടാകും. എനിക്ക് പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിശ്ചയമില്ലാത്തതൊന്നും ഇന്ന് രാത്രിയിലും ഇതിനു മുൻപും ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു പ്രതിഫലമുണ്ടാകും, നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു പ്രതിഫലമുണ്ടാകും, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് ഒരു പ്രതിഫലമുണ്ടാകും. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചുമലെടുത്തിട്ടുണ്ടോ അതിനൊക്കെ ഒരു പ്രതിഫലമുണ്ടാകും. ഒരു പ്രതിഫലമുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഉപവസിച്ചതിനും അവരെ നല്ല നിലയിലെത്തിച്ചതിനും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. അവർ നന്നായിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചതിന്, അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന്, അവർക്ക് വിശ്വാസമില്ലെങ്കിലും നിങ്ങൾ അവരുടെ ഉറക്കത്തിൽ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന്, അവർക്ക് വിശ്വാസമില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് വിശ്വാസമില്ലെങ്കിലും, നിങ്ങളുടെ ഭാര്യയ്ക്ക് അധികം വിശ്വാസമില്ലെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിച്ചതിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. പ്രാർത്ഥനയിൽ നീ വിശ്വസിച്ചതിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നീ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ വേണ്ട എന്ന് വെച്ച് ഉപവസിച്ചതിന്, ആ ദിവസങ്ങളിലും ഉപവസിച്ചതിന്, ലോകം മുഴുവൻ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ദിവസങ്ങളിലും നിങ്ങൾ ഉപവാസം എടുത്തതിന് നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നീ കാണാതെ വിശ്വസിച്ചതിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നീ കാണാത്ത ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഹല്ലേലൂയ. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. കർത്താവേ, ഞാൻ ഇന്ന് ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്റെ യേശു വന്നിടുമ്പോ തന്റെ മാർവോടണഞ്ഞിടും ഞാൻ. എന്റെ യേശു വന്നിടുമ്പോ തന്റെ മാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും,
എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനിന്നുമെന്നും മതിയായവൻ. ദൈവമക്കളെ, ഈ ലോകത്തിൽ അന്നും ഇന്നും ചേർത്തു കൊള്ളാമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തി മാത്രമേ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുള്ളൂ. അത് യേശുവാണ്. അതുകൊണ്ട് കർത്താവിന് കൊടുക്കേണ്ട മഹത്വം ഈ ലോകത്തിൽ വേറെ ഒന്നിനും കൊടുക്കല്ല. കർത്താവിന് കൊടുക്കേണ്ട സമയം വേറെ ഒന്നിനും കൊടുക്കല്ല. എൻ്റെയും നിങ്ങളുടെയും പ്രതീക്ഷകൾക്ക്, വിശ്വാസങ്ങൾക്ക് ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. പിതാവേ, ഞാൻ ഈ ജനത്തിനായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാഥാ, ഓരോ ജനത്തെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കുകയും അവരെ വീണ്ടെടുക്കുകയും അവരെ ശക്തീകരിക്കുകയും ചെയ്യണമേ. ഓരോരുത്തരുടെ മേലും വിശ്വാസത്തിൻ്റെ ആത്മാവിനെ അവിടുന്ന് ഇപ്പോൾ പകർന്നു കൊടുക്കണമേ അപ്പ. ഇപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇരട്ടി ആത്മാവിന്റെ പങ്കും അഭിഷേകവും ഞങ്ങളുടെ മേൽ കർത്താവ് കൈമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ അങ്ങയുടെ കയ്യിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് ഈ ജനത്തോട് ഇന്ന് രാത്രി സംസാരിച്ചതിനായും ശക്തീകരിച്ചതിനായും അഭിഷേകം ചെയ്തതിനായും സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകിട്ട് 6:30 മണിക്കും നടക്കുന്ന റെഗുലർ മീറ്റിംഗിൽ, ലൈവ് സർവീസിൽ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പങ്കെടുക്കുക. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിവ് കൊടുക്കണമേ എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾക്കായി നിങ്ങൾക്ക് വാട്സാപ്പിലും നോർമൽ കോളിലും വിളിക്കാനുള്ള നമ്പറാണിത്. നിങ്ങളത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഈ യൂട്യൂബിലും സൂമിലും വളരെ സ്നേഹത്തോടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അമ്മമാരെ ഓർത്തും സഹോദരങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ഓരോ ദിവസവും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടിരിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവ് വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. നമുക്ക് ആശീർവാദം പറയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഇന്ന് ഈ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്ത ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, കോണുകളിലിരുന്നു കൊണ്ട്, വിവിധ അവസ്ഥകളിലിരുന്നു കൊണ്ട്, സാഹചര്യങ്ങളിലിരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്ത ഓരോ ദൈവമക്കളുടെ മേലും കേൾക്കപ്പെട്ട വചനത്തോടുകൂടെയും സകല വിശുദ്ധന്മാരോടുകൂടെയും ഇന്നുമെന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകണമേ. നല്ല പിതാവേ, ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഈ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. അവർക്കെല്ലാവർക്കും ആമേൻ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം പതിവ് പോലെ പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മകളെയും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്നത് പോലെ ഞങ്ങളുടെ ഈ കൊച്ചു മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നാളെ ഇത് രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറും. ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നമുക്കൊത്തിരിയും ആവശ്യങ്ങൾ സത്യമായിട്ടും ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്. പല ഡിവൈസുകളും നമുക്ക്
സഫീഷ്യൻ്റ് അല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ലൈവ് കട്ടാകുന്നതും പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഈ മീറ്റിങ്ങിനിടയ്ക്ക് വരുന്നത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് സഫീഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടാണ്. നമുക്കതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയമായിട്ടും വലിയ ഉയർച്ചകളിലേക്ക് നമുക്ക് ഈ മീറ്റിംഗ് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതിനുവേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, ആത്മാർത്ഥമായ സഹകരണം ഞങ്ങളുടെ ഈ കൂട്ടായ്മയോടുകൂടെ വേണമേ എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ആണ് വലതുവശത്ത്, ഇടതുവശത്ത് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളിൽ കർത്താവ് പ്രേരിപ്പിക്കുന്നവരെല്ലാം അത് ചെയ്യണമേ എന്നും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും സ്വർഗം എല്ലാ പ്രതിഫലങ്ങളും നൽകി മാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശിക്കുന്നു. ദൈവം വലിയ കാര്യം ചെയ്യട്ടെ. അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ്